മരണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ ചേട്ടനൊരു കാഴ്ചപ്പാട് മനസ്സിലായി? ഞാൻ അറിഞ്ഞിടത്തോളം ഈ കുട്ടി പാവ, പക്ഷേ ഈ ചെന്ന് കയറിയ സ്ഥലം നീർക്കാട്, അയാൾ ഒരു എന്നാ 2-3 ബസ് സർവീസും ഒക്കെ ഉണ്ട്. കോട്ടയത്ത് തമിഴിലൊരെണ്ണമുണ്ട്. ATS പറഞ്ഞ് ഇവിടെ കുന്നുന്നി ഓടി വരുന്ന വണ്ടി, അങ്ങനെ 2-3 പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പോൾ പുള്ളി ലോക്കലിൽ കിടന്ന് കളിച്ച് പഠിച്ച ആളാണ്. ഇതിനിടയ്ക്ക് പറയുന്നു കാരിത്താസിൽ ജോലിയുണ്ട്. കല്യാണം കഴിക്കുമ്പോൾ കാരിത്താസിലെ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അവിടെ അങ്ങനെ പിന്നെ ഒന്നിച്ചു കൂടി. പക്ഷേ ഇവരുടെ സ്വഭാവം രണ്ടാണ്. ഇവർ അഡ്വക്കേറ്റാണ്. പിന്നെ മിക്കവാറും എറണാകുളം ഹൈക്കോടതി പോകുന്നുണ്ട്. ഇയാൾ വീട്ടിൽ വഴക്കാം. വീട്ടിൽ ഇവർ തമ്മിൽ ശണ്ടവും പീഡനം നടക്കാറുണ്ട്. നേരത്തോട്ട് അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ കുട്ടി വെളി പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ പുറത്ത് വരുന്നത്. ഇത് വീട്ടിൽ പറയല. എന്നാന്ന് ചോദിച്ചാൽ അവരും അത്ര അച്ഛനെ പിന്നെ പറയും, നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പണിക്കാരനാണ് ഇവിടെ ഫാദറെ. പുള്ളി അവർ പിന്നെ പൂട്ടൊക്കെ ഫാമിലി എന്ന് പോലെ ഒരു ചേട്ടാന്മാർ 3-4 പേരുണ്ട്. ആരും ഒന്നിനും വിട്ടുകൊടുക്കുന്നവരല്ല. അപ്പോൾ ഇവരുടെ സ്വഭാവം ഈ കൊച്ചിനറിയാം. അപ്പോൾ ഇത് വീട്ടിൽ പറയുക മറ്റേ ചെയ്താൽ നാളെ അവനെ ചെന്ന് തല്ലുകൊല്ലും. അതുകൊണ്ട് അത് പറയാതെ ഏത് പുറത്ത് പറയാതെ വിഴുങ്ങുമായിരുന്നു. അനുഭവിച്ചത് മുഴുവൻ പീഡനമായിട്ട് അവിടുത്തെ കാര്യം കിട്ടിയത് മുഴുവൻ സഖ്യം. പൂത്തുങ്കൽ ഫാമിലി നേരത്തോടെ അറിയാം. പിന്നെ ഇവിടെ നമ്മുടെ 1 കിലോമീറ്ററുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോയാൽ ഫാമിലിയാണ്. അവർ ചേട്ടന്മാർ 3-4 പേരുണ്ട്. വഴക്കാളികളല്ല. അവരുടെ വീട്ടുകാരറിയോ? ജിമ്മിയുടെ വീട്ടുകാരോ? അറിയാം. നേർക്കാട്ടില്ല. ഒരു പിടിയില്ല. ഇപ്പോഴാണ് വന്നത്. ഈ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. നേർക്കാട് ഈ ബസ് കഴിച്ചപ്പോഴല്ല. ഞാനും ഒരു ബസ് ഓപ്പറേറ്റർ ആയിരുന്നു. ഈ 33 കൊല്ലം പ്രൈവറ്റ് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹിനി. കോട്ടയം ജില്ലയിൽ വാഹിനി എന്ന് പറഞ്ഞ സർവീസ് ഉണ്ടായിരുന്നു. എറണാകുളം, വൈക്കം, മൂതാട്ടം ഈ വഴിക്കൊക്കെ ഉണ്ടാക്കിയ സർവീസ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ബസ് സർവീസുമായിട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് ആദ്യമേ അതിൻ്റെ ഉടമസ്ഥയ്ക്ക് താഴെ ഈ പള്ളിയുടെ താഴെ ഒരു വീട് ഞാൻ അവന് മേടിച്ചു കൊടുത്തതാണ്. ആൻഡ്രൂസ് എന്ന് പറയും. ആ പുള്ളി മരിച്ചു. പുള്ളി മരിക്കുന്നതിന് മുമ്പേ ബസ് വിറ്റതാണ് കേട്ടോ. ബസ്സൊക്കെ ഇപ്പം നേരത്തെ മേടിച്ചതാണ്. ഈ കല്യാണം കഴിക്കുമ്പോൾ ജിമ്മിയുടെ കല്യാണം കഴിക്കുമ്പോൾ ബസ്സുണ്ട്. ഈ ജിസ്മോടെ ഇവരപ്പം ആ വകുപ്പ് നേരത്തെ പരിചയമില്ലേ? ഇല്ല, പുള്ളി അറിയില്ല. പുള്ളി പുതിയ ആൾ തോന്നിയാളാണ്. ഞാൻ 33 കൊല്ലമായിട്ട് സർവീസ് നടക്കുന്നുണ്ട്. അന്നൊന്നും ബസ്സൊന്നുമില്ല. അന്ന് ബസ്സില്ല. ഇല്ലല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴൊക്കെ നല്ല പരിചയം ഉണ്ട്. പിന്നെ അപ്പോൾ അന്നത്തെ കാലഘട്ടം ആ സമയത്തുള്ള എങ്ങനെയൊക്കെയാണ്? ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അമ്മ പഞ്ചായത്ത് മെമ്പർ ഈ റോഡ് അങ്ങോട്ട് ചെന്ന് ഇറങ്ങി മെയിൻ റോഡിലേക്ക് ഇറങ്ങി തിരിയുന്നിടത്ത് ഒരു കാർ കഴിച്ചു ആക്സിഡൻറ്റ്. ഈ കുട്ടിയുടെ അമ്മ മരിച്ചു. അപ്പം ഈ മരിച്ച് ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഇതിനെ വലിയ വിഷമം കൂടാതെ ജയിച്ചു. നമ്മളെ പ്രസിഡൻ്റ് ആകാൻ കാരണം അല്ല ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുമ്പോൾ ആണ് പാസ്സായതും ഇങ്ങനെ മെമ്പറായതും. അപ്പം പുള്ളി വിളിച്ചു വന്നു നിർബന്ധമായിട്ട് ഈ ജെസിക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണം. നന്നായിട്ട് ഉമ്മൻചാണ്ടി വിളിച്ച് പറഞ്ഞിട്ട് കിട്ടിയതാണ്. അതെങ്ങനെയാണ് അറിയാവുന്നത്? അങ്ങനെ കറക്റ്റായിട്ട് അറിയാവുന്നത് ഉമ്മൻചാണ്ടി? അതെ, എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഒരു പേപ്പറിൽ ന്യൂസ് വായിച്ചതാണ്. ഇത് ഞാനിപ്പോഴല്ലേ അറിയുന്നത്. പ്രസിഡന്റ് ആകാനുള്ള ഏക കാരണം ഉമ്മൻചാണ്ടിയാണ്. പുള്ളി പ്രസ് ചെയ്തിട്ടാണ്. അതിന് വേറൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു കോൺഗ്രസിൽ തന്നെ. അത് കൂടില്ല. ഈ തള്ള കോൺഗ്രസ്സുകാരിയായിരുന്നു. ആ പോസ്റ്റിലാണ് മെമ്പറായത്. അപ്പോൾ അതേ പോസ്റ്റിൽ തന്നെ കറങ്ങി ഇത് ജയിച്ചു. ഒരു വർഷവും കൂടെ ന്യായമായ ഭൂരിപക്ഷത്തിലായില്ലേ ജയിക്കുകയും ചെയ്യും. അല്ല, പിന്നെ ജയിക്കുന്നതല്ല, ഇങ്ങനെ ഇത്ര ഒരു അഡ്വക്കറ്റാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ കോൺഗ്രസിൽ ഇത്ര സ്വാധീനമുണ്ട്. ഉമ്മൻചാണ്ടിയും ചാണ്ടി ഉമ്മനും അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു ഫോൺ കോൾ വിളിച്ചാൽ പോരായിരുന്നോ? കാര്യങ്ങൾ നടക്കുകയില്ലായിരുന്നോ? അപ്പം ഈ ഒരു വിഷയം ആരും അറിയിക്കത്ത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ ചേട്ടന് പറയാനുള്ളത്? ഇത്രയും സ്വാധീനമൊക്കെയുള്ള വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ഷൈനിയുടെ കാര്യമാണെങ്കിൽ നമുക്കറിയാം. ഷൈനിക്ക് നിസ്സഹായാവസ്ഥയിൽ മരിച്ചു പോയതാണ്. അതെ, ഇവരെങ്ങനെയല്ലല്ലോ. 2 പിള്ളേരുടെ ജീവനും പോയി. ഒരു പിടിപാടും. ഇതറിഞ്ഞപ്പോൾ ചേട്ടൻ എന്നാ തോന്നി? ഈ ഒരു മരണം അറിഞ്ഞപ്പോഴത്തേക്കും മരണ വാർത്ത അറിഞ്ഞപ്പോൾ എന്താ ചേട്ടൻ എന്നാ പറയാനാ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.